മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. തന്നനനനനന തന്നനനനന ശ്രീരാഗം. ബ്രദർ ഷാൻ, ഈ പാട്ട് പല കാര്യങ്ങൾ കൊണ്ട് സ്പെഷ്യലാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോൾ സച്ചിൻ വാര്യർ, എൻ്റെ അടുത്തടുത്ത സുഹൃത്താണ്. അവൻ്റെ വോയിസ് ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതും അവൻ്റെ ഒരു വലിയ ഫാനായി മാറുന്നതൊക്കെ ഈ പാട്ട് കേട്ടപ്പിന്നെയാണ്. അതിനുശേഷം ഇത്രയും നല്ല സൗണ്ടിങ്, ഇത്രയും ഒരു ലെജിറ്റിമേറ്റ്ലി ഗുഡ് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെലിക്കേറ്റ്, സ്റ്റിൽ വെരി വെരി റിച്ച്, വെരി റൗണ്ടഡ് ആൻഡ് സോ പെർഫെക്റ്റ് വിത്ത് ദ വിഷ്വൽസ്. ഇങ്ങനത്തെ ഒരു പാട്ട് കേട്ട് എൻ്റെ കിളി പറന്നു പോയിട്ടുണ്ട് ഈ പാട്ട് ആദ്യമായിട്ട് കേട്ടപ്പോൾ. അത് സച്ച് എ ഫിനോമിനൽ ക്രിയേഷൻ. I bow to thee for having created this song. It still stands like it was released yesterday. ആ പാട്ടിന് അത്രയും ഫ്രഷ്നസ് ഉണ്ട്. I think it's phenomenal that we got to hear this song from you. Thank you so much. Thank you so much. Thank you. അത്രയും നല്ലൊരു പാട്ടാണ് അത്. അത്രയും നല്ല പാട്ട്. ഭരത് വളരെ മനോഹരമായിട്ട് പാടി. സച്ചിൻ പാടിയതുപോലെ തന്നെ അതേ ഒരു വൈബിൽ, അതേ ഒരു എന്താ ഒരു സ്പിരിറ്റിൽ, പക്ഷെ താങ്കളുടെ സ്വന്തമായ രീതിയിൽ സ്വന്തം ഒരു പേഴ്സണാലിറ്റി ആഡ് ചെയ്ത് ഒരു സ്വന്തം വോയിസ് ടെക്സ്ചറിൽ. ആൻഡ് ഇറ്റ് വാസ് എന്ത് രസമായിരുന്നു താങ്കളെ കാണാൻ തന്നെ രസമായിരുന്നു അത് പാടുന്നത്. അത്രയും എൻജോയ് ചെയ്ത് അത്രയും മനോഹരമായിട്ട് അത് പാടി. കൺഗ്രാജുലേഷൻസ് ബ്രദർ, ഫാന്റാസ്റ്റിക്. പുണ്യ, ഐ ഹാവ് നോ വേർഡ്സ് ഫോർ യു. എനിക്ക് ഒന്നും പറയാനില്ല. ആൻഡ് അത്രയും ഒരു ലോ രജിസ്റ്ററിൽ ഈ പാട്ട് എന്തൊരു ക്ലാരിറ്റിയിൽ 2-3 സംഗതി വീണ്. എനിക്കിപ്പോൾ ഐ സ്റ്റിൽ ഹാവ് ഗൂസ് ബംസ്. 2-3 താഴത്തെ ഒക്ടേവിൽ പാടിയ സംഗതികൾ എനിക്ക് തോന്നുന്നില്ല ലൈവിൽ ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പൂവിൻ്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളിപ്പോ. ഐ ഹാവ് റിയലി നോ വേർഡ്സ്. ഭയങ്കര മനോഹരമായിട്ട് പാടി. എല്ലാവിധ ഉയർച്ചയും മംഗളങ്ങളും സക്സസ്സും ഉണ്ടാവട്ടെ താങ്കൾക്ക്. ഇനിയും മേൽക്കുള്ള അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ഇത്രയും മനോഹരമായിട്ട് പാടുന്നത് ഷാൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ പാട്ട് താങ്കൾക്ക് പാടാൻ പറ്റി. അത് ഇത്രയും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ഐ എം എക്സ്ട്രീംലി എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ല. ഇന്നിവിടെ വന്നത് ഇരിക്കാൻ പറ്റി, നിങ്ങളൊക്കെ പാടുന്നത് കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ്. എല്ലാ ഉയർച്ചയും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. കൺഗ്രാജുലേഷൻസ്. ബ്യൂട്ടിഫുൾ. ഭരത്, കൺഗ്രാജുലേഷൻസ്. ഫാന്റാസ്റ്റിക്. ഞാൻ സാറിൻ്റെ ഭയങ്കര ഫാനാണ്. സാറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇത്രയും നല്ലൊരു അപ്രിസിയേഷൻ കിട്ടില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. വെൽ ഡിസേർവ്ഡ്. താങ്ക് യു സോ മച്ച്. ഫാന്റാസ്റ്റിക്. സോങ് കേൾക്കാതെ എൻ്റർടൈൻ ചെയ്യുന്നതിന് ഒറ്റ ഫാക്ടർ മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആൻഡ് ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് fall in love with Bharat's sound. എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. ആൻഡ് പുണ്യ, ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കലി അറിയില്ലെങ്കിൽ പോലും ചില ഭാഗങ്ങൾ നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകുന്നു പറയുമല്ലോ, അത് അടിപൊളിയായി ചെയ്തു. ഇതെനിക്കൊത്തിരി ഇഷ്ടമായി. താങ്ക് യു ഫോർ ദ ഡെഡിക്കേഷൻ ഭരത്. ഈ പാട്ട് കേട്ടിട്ടാണ് ചേച്ചി ഞാൻ എൻ്റെ കുട്ടിയും പോലും അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. പക്ഷേ വളരെ മനോഹരമായൊരു പാട്ട് എനിക്ക് തന്നു. അത് ഷാനും ശ്വേതയും അവർ രണ്ടുപേരും കൂടെയാണ് പാടിയത്. ഇടയ്ക്കൊക്കെ ഷാൻ എന്നെ വിളിച്ചിട്ട് പറയും ആ പാട്ടിന് നല്ല അപ്രീസിയേഷൻ ഉണ്ടായി. ഗംഭീര പാട്ടായിരുന്നു ഷാൻ. താങ്ക് യു വെരി മച്ച്. പക്രുചേട്ടൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടും കൂടെ ഞാൻ പറയാണ്, തട്ടത്തിൻ മറയത്ത് ഓൾമോസ്റ്റ് റിലീസ് ആവുന്ന സമയമാണ്. അപ്പോൾ അതിലെ പാട്ടുകൾ എല്ലാവരും കേൾക്കുന്നു. ഇൻ ഹൗസ് നമ്മുടെ കൂടുതൽ ഡയറക്ടേഴ്സ് ടീമിലുള്ള പ്രൊഡക്ഷൻ ടീമുള്ള എല്ലാവരും ഇങ്ങനെ കേൾക്കുന്നു. എല്ലാവരും പറഞ്ഞു ഷാനെ ഇനി നിനക്ക് കുറച്ച് പടങ്ങളൊക്കെ വരും,
ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ. ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ഓക്കെ അടുത്ത എന്താണ് വരാൻ പോകുന്നത്. ഞാൻ 8 മാസം 9 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അടുത്തൊരു പടം കിട്ടാൻ. ആ പടം എനിക്ക് കൊണ്ടുത്തന്ന ആളാണിത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്നതാണ് എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതുപോലെ ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടൈംസ് ഉണ്ടാവും ലൈഫിൽ. നമ്മൾ വിചാരിക്കും ചിലപ്പം ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി അടുത്ത് വരാൻ പോകുന്ന 25 പാട്ടുകൾ നമ്മളാണ് പാടാൻ പോണേ. പക്ഷെ ഇതൊന്നുമല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫെയിലിയർ സംഭവിച്ചാലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്. ഷാനെ അതൊന്നും പേടിക്കണ്ട. എന്തറിയാമോ, എൻ്റെ ഒരു 24 വർഷത്തെ എക്സ്പീരിയൻസോട് ഞാനൊരു കാര്യം പറയാം. അപ്പോൾ മലയാളികളുടെ, ഞാൻ അടക്കമുള്ള, നമ്മളെല്ലാവരും അടക്കമുള്ള മലയാളികളുടെ ഒരു പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡാണ്. എന്തെങ്കിലും നല്ല കൊടുത്താലും നല്ലതിനൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കിയിരിക്കും. അത് നോക്കിയിരിക്കേണ്ട സമയമാണ് 8 മാസം. പിന്നെ അടുത്തൊന്ന് മണപ്പിച്ച് നോക്കും. കുഴപ്പമില്ല, എങ്ങനെയുണ്ടാ, അങ്ങനെ കുഴപ്പമില്ലെന്ന് വേണം, അത് കടിക്കും. അപ്പോൾ ഒരു 2-3 കൊല്ലം കഴിയും. ഒരു കഷ്ണം കടിച്ച് നോക്കിയിട്ട് പറയും അത് കുഴപ്പമില്ലല്ലേ പറഞ്ഞു. പിന്നെ തിന്നാൻ തുടങ്ങിയ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ വിടത്തില്ല ആ സാധനം. അതാണ് മലയാളികൾ. ആക്സെപ്റ്റ് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ മനസ്സിൽ കൊണ്ടു കിടക്കും. നമ്മൾ മരിച്ചാലും അവരുടെ മനസ്സിൽ നമ്മളുണ്ടാവും. അതാണ് മലയാളികളുടെ പ്രത്യേകത. ഏതൊരു കലാകാരനായിക്കോട്ടെ എടുക്കാൻ ഒരുപാട് സമയം എടുക്കും മനസ്സിലോട്ട്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അവർ ഒരിക്കലും വിടത്തില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബീവറേജ് ഉള്ളത്. വിടത്തില്ലല്ലേ. ഓക്കെ, ബാക്ക് ടു പാട്ട്. അപ്പം ഈ മനുഷ്യനാണ് 8-9 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണേ, ഷാനെ നമുക്കൊരു പടം ചെയ്യാന്ന് പറഞ്ഞിട്ട്. അല്ല, അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഞാൻ പറയണമല്ലോ. നമ്മൾ അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡയറക്ഷനിലേക്ക് വരുന്നത്. എനിക്ക് മ്യൂസിക്കൽ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ന ഒരാളാണ് ഷാൻ. എന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഗോപി സുന്ദർജിയെ അടുത്ത സിനിമയിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ വിളിക്കില്ല എന്ന് വിചാരിക്കരുത്. കാരണം അത് പുലിമുരുകനാണ് ഇരിക്കുന്നത്, സിംഹമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വലിയ സന്തോഷമുണ്ട് ഇതുപോലെയുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിന് നല്ല നല്ല പാട്ടുകൾ തരാൻ. അല്ലേ ചേച്ചി? അതിന് കപ്പാസിറ്റിയുള്ള ആൾക്കാരുള്ളതെന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ധൈര്യം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയാണ് ഇവരിലേക്ക് വരുന്നതും. യാതൊരു സംശയമില്ല, ഈ 2 പേരും നാളത്തെ ലൈം ലൈറ്റിൽ പാട്ടുകാരായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ജീവ, ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണത്. എന്നാ പിന്നെ 2 എന്നെ കൂടെ പറ. ഈ ഒരു ഷോയുടെ ജീവൻ എന്ന് പറയുന്നത് ജീവയാണ്. പോരെ? ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ഈ കൗണ്ടറൊക്കെ പറയാമോ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇരുന്ന് ഇവിടുത്തെ റൂട്ട് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ പാട്ടിനേക്കാൾ കൂടുതൽ കൗണ്ടറാ. അമ്മോ, എന്താണ് ഏറെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിക്കുകയാണ് ഇവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ചെറിയ സ്പേസ് ഉണ്ടെ തകർക്കുകയാണ്. നന്നായി ഞങ്ങൾക്ക് 3 പേർ കൂടെ ഒരു മൈക്ക് തന്നത്. ഗോപിച്ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഈ പാട്ട് ഭയങ്കര ഫേവറേറ്റാണ് എൻ്റെ. താങ്ക് യു. അതൊരു ഉമ്മയെന്ന് തന്നാൽ പോരാ, കെട്ടുപിടിച്ച് കുഴഞ്ഞ് മറിയണം, അത്രയും സ്നേഹമാണ്. വേണമെങ്കിൽ അതെ, അത് അവിടെ നടുവഴി പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അത്രയ്ക്കും ഇഷ്ടമാണ് ഈ പാട്ട് എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ പുണ്യയുടെ ഒരു ആസ് എ ലിസണർ പുണ്യയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ. ഓക്കെ, പുണ്യയുടെ ഒരു വലിയ ഫാൻ എന്ന് പറഞ്ഞാൽ കട്ട ഫാനാണ്. അതിഗംഭീരമായിട്ടുള്ളൊരു റെൻഡറിങ് ആണ്. അതിന് അനുയോജ്യമായ പാട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. ഈ പാട്ട് എന്താ പറയുക, അത് ഒറിജിനൽ സിംഗർ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഞാൻ ആരും പാടി കേട്ടിട്ടില്ല. അത്രയും ഗംഭീരമായിട്ട് പുണ്യ പാടിയിട്ടുണ്ട്. ഭരത് ഒബ്വിയസ്ലി പറയേണ്ട കാര്യമില്ല, പെർഫെക്ഷൻ ടു ദ കോറാണ്.
ഒരു പാട്ട് പോലും ഭരതിൻ്റെ നിന്ന് പാളിയതായിട്ട് ചരിത്രമില്ല. ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ തുടർന്ന് പോവുക. എല്ലാവിധ ആശംസകളും. ഗംഭീരമായിരുന്നു പെർഫോമൻസ്. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഡുവറ്റ് മെയ്ഡ് ബൈ ഷാൻ റഹ്മാൻ. ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമാ. പാട്ടിന് മുമ്പേ പറയാനുള്ളൊരു കാര്യമാണ്, എൻജോയ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ രണ്ട് കറണ്ട് ടു എന്താ പറയുക ഏറ്റവും പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ്, ദ വേ ദേ അപ്രീഷിയേറ്റ് ഈച്ച് അതർ, ദാറ്റ് സംതിങ് റിയലി യു ഹാവ് ടു എൻജോയ്. കുറച്ച് ബുദ്ധിമുട്ടാണ് ചേച്ചി, എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മുടെ ഉള്ളിലുള്ള മറ്റേ വൃത്തികെട്ടവൻ പുറത്തോട്ട് വരും. അത് എല്ലാവരും ഉള്ളിലും ആ ചെകുത്താനുണ്ടല്ലോ ആദ്യം പുറത്തോട്ട് വരാം. പിന്നെ അവനെ മാറ്റിയിരുത്തിയിട്ടാണ് ഈ പറയണതൊക്കെ. ഇതും ഉള്ളിൻ്റെ ഉള്ളിൽ വന്നാണ്. ഗോപി ശരിക്കും നിങ്ങൾ ഇവിടെ ഫുൾ എന്താ പറയുക റൊമാൻസ് ഈ എയറിൽ മുഴുവൻ കൊണ്ടുവന്നു. അതുപോലെ നിങ്ങൾ പാടിയത് ശരിക്കും മ്യൂച്വലി കോംപ്ലിമെൻറ്റഡ് ടീച്ചത്. അത് ഒരാൾ മേലെ നിൽക്കണം, ഒരാൾ താഴെ എന്ന് പറയാൻ പറ്റില്ല. അത്ര പെർഫെക്റ്റ് ബ്ലെൻഡായിരുന്നു രണ്ടുപേരും കൂടെ. ഒരാൾ അത് അയിന്ന് അടുത്ത ആളിലേക്ക് പോകും, അടുത്ത ആളിലേക്ക് പോകും. ഭയങ്കര രസമായിരുന്നു. ആസ് എ കമ്പോസർ ഐ എം വെരി ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വളരെ സന്തോഷമുള്ള ഈ മുഹൂർത്തത്തിൽ നമ്മൾ ഇവരുടെ മാർക്സിലേക്ക് പോവാം. ഈ ഡുവറ്റ് പെർഫോമൻസിൽ രണ്ടുപേരുടെയും മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം ആണ്. സോ ഇവരുടെ രണ്ടുപേരുടെയും ഈ ഡുവറ്റ് പെർഫോമൻസിന്റെ ടോട്ടൽ മാർക്സ് എത്രയാണെന്ന് നോക്കാം. കേറട്ടെ, പോന്നട്ടെ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. പോലൊരു കത്തിനുള്ളിൽ വന്നൊരു എനിക്കൊരു ആഗ്രഹമുണ്ട്. ഏതായാലും ഞാൻ ഇതിടാൻ ഉദ്ദേശിച്ചത് ഇയാളെയാണ്. പക്ഷേ ഇയാളുടെ കടുത്ത ഫാനിനെ ഞാൻ വിളിക്കുന്നു. ബാ. മൂടൽ മഞ്ഞിൻ തുള്ളിയുള്ള പുലരിയിൽ പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ. ഇനി പുണ്യയുടെ ഗോൾഡൻ മെഡൽ ഇരുന്ന് കാണാം അല്ലേ?